ഹലോ! എല്ലാവർക്കും സുഖമല്ലേ? അപ്പം നമ്മൾ ഇന്ന് എന്താ ഉണ്ടാക്കാൻ പോകുന്നതെന്ന് മനസ്സിലായല്ലോ? അത് തന്നെ ചിക്കൻ 65 ആട്ടോ. അപ്പോൾ ഇത് നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ കഴിക്കുമ്പോൾ ഉള്ള അതേ ടേസ്റ്റിലൊക്കെ കിട്ടുമോ എന്നുള്ളൊരു ടെൻഷനൊക്കെ എനിക്ക് ആദ്യം ഉണ്ടായിരുന്നു, ആദ്യമായിട്ട് ഉണ്ടാക്കിയപ്പോൾ. പക്ഷേ അതിനെക്കാട്ടും രുചിയിൽ നമുക്ക് വീട്ടിലുണ്ടാക്കിയെടുക്കാൻ പറ്റും. പക്ഷേ അവരുണ്ടാക്കുന്ന അതേ ലുക്ക് ചിലപ്പോൾ വരുമെന്ന് ചോദിച്ചാൽ ഉണ്ടാവത്തില്ല. കാരണം നമ്മൾ വീട്ടിലുണ്ടാക്കുന്നതാണല്ലോ. അപ്പം നമുക്ക് കുറച്ച് പരിമിതികളുണ്ടാവും. എന്തായാലും ഹെൽത്തി ആയിരിക്കും, അടിപൊളി ടേസ്റ്റും ആയിരിക്കും. നിങ്ങളിതുപോലൊന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ അതിനായിട്ടൊരു 350 ഗ്രാമോളം ചിക്കൻ കഴുകി വൃത്തിയാക്കി ചെറിയ കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട്. ചെറിയ കഷ്ണങ്ങളായിട്ടാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. പിന്നെ അതിലേക്ക് പാകത്തിനുള്ള ഉപ്പും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, പിന്നെ നമുക്ക് മഞ്ഞൾപ്പൊടി വേണം. മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. പിന്നെ നമുക്ക് അതിൻ്റെ കൂടെ തന്നെ എരിവിന് ആവശ്യത്തിനുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം. നമുക്ക് വേണമെങ്കിൽ പകുതി എരിവുള്ള മുളക് പൊടിയും പകുതി കാശ്മീരി ചില്ലിയും ചേർത്ത് കൊടുക്കാം. ഈ കാശ്മീരി ചില്ലി ചേർത്ത് കൊടുക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കളറിനും കൂടെ വേണ്ടിയിട്ടാണ് കേട്ടോ. എരിവ് വേണമെന്നുള്ളവർക്ക് നമുക്ക് എന്ത് ചെയ്യാം, കുറച്ച് സാദാ മുളക് പൊടി, എരിവുള്ള മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കാശ്മീരി മുളക് പൊടി മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. അതൊരു 1.5 ടീസ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റാണ് കേട്ടോ. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി 3-4 അല്ലി വെളുത്തുള്ളിയുടെയും പേസ്റ്റാണ്. അത് ഞാൻ ഒഴിച്ചപ്പോൾ ഒന്ന് സൈഡിലോട്ടായിപ്പോയി. അപ്പോൾ അത് വേറെ ഒന്നും തോന്നണ്ട കേട്ടോ. പിന്നെ അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം തൈര് അതും കൂടി ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ലാസ്റ്റ് ചേർക്കേണ്ടത് 1 ടേബിൾ സ്പൂണോളം കോൺഫ്ലോർ ആണ് കേട്ടോ. കോൺഫ്ലോർ ഇല്ലെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് 1/2 ടീസ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. ഇനി അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിത് 1 മണിക്കൂറോളം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. അപ്പോൾ ആ മസാല എല്ലാം ആ ചിക്കനിൽ നന്നായിട്ട് പിടിച്ചിരിക്കും. ഇനി അതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഒരു പാൻ അടുപ്പത്ത് വെച്ച് എണ്ണ ചൂടാക്കാനായിട്ട് ഒഴിച്ചു കൊടുത്ത് ചൂടായി കഴിയുമ്പോൾ ഞാനിതിലേക്ക് പിറക്കി എല്ലാം കൂടെ നിരത്തി വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പം നിങ്ങൾ നോക്കുമ്പോൾ നമ്മൾ പലയിടത്തും കണ്ടിട്ടുള്ളത് ചിക്കൻ 65 ഒക്കെ ഉണ്ടാക്കുമ്പോൾ എണ്ണ നിറച്ചൊഴിച്ചിട്ട് അതിനകത്ത് ഇട്ട് കോരിയെടുക്കുകയാണ്, നല്ലോണം വറുത്ത് കോരിയെടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മളിപ്പോൾ ഇത് ഹോട്ടലിലുണ്ടാക്കുന്നതല്ല, വീട്ടിലുണ്ടാക്കുന്നതാണല്ലോ. അത്രയും എണ്ണ എടുത്തിട്ട് പിന്നെ അത് നമുക്കത് വേസ്റ്റായി പോണേക്കാട്ടും നല്ലത് നമുക്ക് ആവശ്യത്തിന് മാത്രം ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. അതുമാത്രമല്ല ഇപ്പം എണ്ണയ്ക്ക് നല്ല വില കൂടുതലുമാണല്ലോ. അപ്പോൾ പിന്നെ നമുക്ക് ഈ ഒരു രീതിയിൽ ഉണ്ടാക്കിയെടുക്കുന്നതാണ്. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് കേട്ടോ. അത് നിങ്ങളെ ഇഷ്ടമാണ്. അപ്പോൾ ഞാനിപ്പോൾ ഈ രീതിയിലാണ് ഇപ്പോൾ ചെയ്യുന്നത്. അധികം എണ്ണ ഒഴിക്കുന്നില്ല, ആവശ്യത്തിന് മാത്രം എണ്ണ ഒഴിച്ചിട്ട് നമ്മൾ ഇതുപോലെ അങ്ങ് നിരത്തി കൊടുത്തിട്ടുണ്ട്. ഇനി മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്ക് ഒരു വശം നന്നായിട്ടൊന്ന് കുക്കാവുന്നവരൊന്ന് വെയിറ്റ് ചെയ്യാം. ആ സമയത്ത് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഒരു വശം നന്നായിട്ടൊന്ന് വെന്ത് വരുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, ഇത് ഇതുപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക കേട്ടോ. മറിച്ചിട്ട് കൊടുത്ത് 2 വശവും നമുക്കിതുപോലെ ഒരേ രീതിയിൽ നന്നായിട്ടൊന്ന് ആ ഭാഗവും ഇതുപോലെ തിരിച്ചിട്ടതിന് ശേഷം മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ഇതിൽ വേറെ പരിപാടികളൊന്നുമില്ല, ഇത്രയല്ലേ ഉള്ളൂ. വളരെ എളുപ്പം ചെയ്തെടുക്കാൻ പറ്റുന്നൊരു സംഭവമാണ്. വെറുതെ എണ്ണ നമ്മൾ വേസ്റ്റാക്കി കളയേണ്ട കാര്യമില്ല. ഞാൻ എൻ്റെ ഒരു രീതിയാണ് പറഞ്ഞത് കേട്ടോ. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാവുന്നതാണ്. കാരണം നമ്മളിത് വീട്ടിൽ ചെയ്യുന്നതാണല്ലോ. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഭയങ്കര കുക്കിങ്ങിൽ ഭയങ്കര എക്സ്പേർട്ടായിട്ടുള്ളതല്ല, എന്നാൽ അത്യാവശ്യം പാചകം ചെയ്യും. അപ്പോൾ നമുക്ക് ചെയ്യുന്നത് ഞാൻ വീട്ടിൽ എന്താണോ ചെയ്യുന്നത് അതാണ് ഞാൻ നിങ്ങളെ കൂടെ കാണിച്ചു തരുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ പരിപാടി. ഇനി നമുക്കിത് വെന്ത് കഴിയുമ്പോൾ കോരി മാറ്റി നമുക്ക് കഴിക്കാവുന്നതാണ് കേട്ടോ. ചൂടോടെ അടുത്ത് വായിലിടേണ്ട, പൊള്ളിപ്പോവും. അപ്പോൾ ചൂടൊക്കെ മാറിയതിന് ശേഷം കഴിക്കാവുന്നതാണ്. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ വെളിയിലൊക്കെ പോയി വെറുതെ പൈസ കൊടുത്ത് ഹെൽത്തി അല്ലാത്ത എന്തിനാണ് കഴിക്കുന്നത്? ഇതുപോലെ ഒന്നുണ്ടാക്കി കഴിച്ചു നോക്കണേ. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.